പ്രകാശത്തിലേക്ക് അദ്ദേഹം നമ്മളെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ തന്നെ നേരിട്ട് വന്ന എല്ലാവർക്കും ദർശനം തരുകയുണ്ടായി. ഇന്നിനി സ്വല്പനേരം ആ അമൃതവാണികൾ അവിടെയും തപസ്സിലുള്ളതിനിടയിൽ ഭഗവാൻ പറഞ്ഞ അമൃതവാണികളാണ് ഭാഗവതത്തിലെ തന്നെ പല പല ഭാഗങ്ങളിലുള്ള സനാതന ധർമ്മീയതായ വിവരണങ്ങളെല്ലാം ഈശ്വരപ്രസാദ് എന്ന പേരിൽ ബദരീനാഥന്റെ നമ്മളിവിടെ മേശാന്തി കീഴ്ശാന്തി എന്ന് പറയണത് പോലെ ബദരീനാഥ ക്ഷേത്രത്തിലെ മേശാന്തി കീഴ്ശാന്തി എന്നുള്ളതിന്റെ പര്യായമാണ് റാവൽജി, നൈബ് റാവൽജി. ചില അനുഗ്രഹങ്ങളെ കുറിച്ച് അദ്ദേഹം പറയും. നാരദന്റെ ശിഷ്യനായിട്ട് മാറുന്ന ഭാവങ്ങൾ. അപ്പോ 10 കൊല്ലത്തോളമായി റാവൽജിയായി ഉപാസന ചെയ്യുന്നു. അടുത്ത ഇപ്പോൾ നൈബ് റാവൽജിയായിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ റാവൽജി പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. ചുമതലകൾ ഏൽപ്പിച്ച് ഇങ്ങോട്ട് കേരളീയരായ നമ്മളെ കൂടി അനുഗ്രഹിക്കാൻ വേണ്ടി വന്നു എങ്കിലും അദ്ദേഹം തന്നെ ആ തപസ്സെന്ന് പിന്മാറുന്നില്ല. അതിനിടയിൽ സനകാദികൾ വരുന്ന ഒരു രംഗം ശ്രീമദ് ഭാഗവതം 21-ാമത്തെ അധ്യായത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രഭാഷണം നിർത്തുക. സനകാദികൾ തന്നപ്പോൾ നേരെ അവരെ അവരോധിച്ചുകൊണ്ട് ഞാനിനി ശ്രോതാവായിട്ടിരിക്കുകയാണ്. എന്തൊക്കെ ഞാനിങ്ങനെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ പറഞ്ഞതൊക്കെ പറയലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പോലെ ശ്രവണം അത് ജന്മജന്മാന്തര സുഹൃത്തം കൊണ്ട് മാത്രമാണ് സാധിക്കുക. ആ ശ്രവണത്തിൽ നമ്മൾ ഭാഗവത ശ്രവണം കൊണ്ട് മോക്ഷം ലഭിക്കുന്നു പറയും. ശ്രവണം എന്നുദ്ദേശിക്കുന്നത് അത് നമ്മൾ മനനം ചെയ്യണം. അതിലെ ഓരോരോ ഭഗവാന്റെ അവതാരങ്ങളിലും ഉള്ള ഓരോ കഥാപാത്രങ്ങളായി നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ഭാഗവത ശ്രവണം പൂർത്തിയാവുന്നത്. നമ്മളിതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് പരിപൂർണമായ ആനന്ദത്തിലെത്തുക എന്ന അംശം മാത്രമാണ് നമ്മുടെ ഉള്ളിലെത്തുക. എത്ര ഭാഗവത സപ്താഹങ്ങളെന്ന് കേട്ടാലും അതിലൊരംശം മാത്രമേ നമ്മുടെ ഉള്ളിലെത്തൂ. കാരണം നമ്മളിവിടെ ഇരിക്കുന്നത് പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും ഒന്നാക്കി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ഭാഗവത സപ്താഹ ശ്രവണം കൊണ്ടുള്ള ഫലം സിദ്ധിക്കൂ. ബദരികാശ്രമത്തിൽ ബദരിനാഥന്റെ കഥകൾ എത്ര പറഞ്ഞാലും മതിയാവുന്നതല്ല. കാരണം ഭാരതത്തിൻ്റെ ഭഗവതിയായിട്ട് പറയുന്ന ബദരിനാഥൻ ആ ഭൂമിയിലാണ് നമ്മുടെ 18 പുരാണങ്ങളും എഴുതിയിരിക്കുന്നത്. ആ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക സ്ഥലം ബദരികാശ്രമമാണ്. ഇന്നിപ്പോൾ ബദരിനാഥ് ക്ഷേത്രം എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ബദരികാശ്രമം, ആശ്രമം എന്നുള്ള ആ ഒരു ശബ്ദത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ബദരികാശ്രമത്തിൽ നമുക്ക് എത്തണമെങ്കിൽ പോലും 100ഓളം ജന്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബദരിനാഥ ദർശനം നടത്തിയാലേ നമ്മുടെ ഈ ജന്മം കൊണ്ട് ഏത് ലക്ഷ്യത്തിലാണോ നമുക്ക് എത്തേണ്ടത് അത് പൂർത്തിയാവുകയുള്ളൂ. അത്രയും പുണ്യം നിറഞ്ഞ ഭൂമിയാണ് ബദരികാശ്രമം. ആ ശബ്ദം പോലും നമുക്ക് നമ്മുടെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. ബദരികാശ്രമത്തിൽ ബദരിനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സ്വകർമ്മങ്ങൾ ഒരു തപസ് പോലെ ചെയ്യണം എന്ന് സാധാരണ മനുഷ്യരിലേക്ക് സന്ദേശം എത്തിക്കുന്ന ഒരു ഭൂമി കൂടിയാണ്. ഭഗവാൻ പത്മാസനത്തിൽ തപസ് ചെയ്യുന്ന ഭൂമിയാണ്. ഭഗവാന്റെ പത്നിയായ ലക്ഷ്മീദേവി ഒരു പത്നിയുടെ ധർമ്മം എങ്ങനെ നിറവേറ്റണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന സ്ഥലമാണ്. ഒരു സുഹൃത്ത് എങ്ങനെയാവണം എന്ന് ഉദ്ധവര് നമ്മളെ പഠിപ്പിച്ചു തരുന്ന സ്ഥലമാണ്.
ഒരു സേവകൻ എങ്ങനെയാവണം എന്ന് കുബേരഭഗവാനും ഖണ്ഡകർണനും ഗരുഡഭഗവാനും നമുക്ക് കാണിച്ചു തരുന്ന സ്ഥലമാണ്. ഒരു അർച്ചകൻ എങ്ങനെയാവണം എന്ന് നാരദമഹർഷി നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ സഹോദരന്മാരെ എത്രത്തോളം സ്നേഹത്തോടുകൂടി മുമ്പോട്ട് പോകണമെന്നാണ് നരനാരായണന്മാരെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ധർമ്മങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള വഴികളൊക്കെ കാണിച്ചു തരുന്ന ഭൂമിയാണ് ബദ്രികാശ്രമം. ഇന്നിപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കാലയളവിൽ ഒരു ക്ഷേത്ര ദർശനം എന്തിനാണ് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ആൾക്കാരുടെ സഞ്ചാരം. നമ്മളൊരു ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് മനഃശുദ്ധി വരുത്തി ആ ക്ഷേത്രാങ്കണത്തിലെ ആ ദേവചൈതന്യത്തെ നമ്മുടെ ഉള്ളിലുള്ള ദേവചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ദേവനോട് അല്ലെങ്കിൽ ദേവിയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ, ദേവൻ എന്ന് പറഞ്ഞ ശക്തി. നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾ ആ ഭഗവാനിലേക്ക് പറഞ്ഞ് കാര്യം സാധിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മുടെ പ്രവൃത്തി എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്ന ചൈതന്യമാണ് ഈ ദേവചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ അതിൽ ശുദ്ധി വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അനവധി ദേവന്മാരുണ്ട്. ഭഗവതിയായിട്ടും ഭഗവാന്മാരായിട്ടും ഒക്കെ നമ്മൾ ആരാധിക്കുന്ന അനവധി ദേവന്മാരുണ്ട്. ആ ദേവ ചൈതന്യം എന്ന് പറയുന്നത് ഒന്നാണ്. ആ ഒന്നിൻ്റെ പല സ്വഭാവങ്ങളാണ് നമ്മൾ ഓരോരോ രീതിയിൽ ആരാധിക്കുന്ന ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടും മഹാവിഷ്ണുവായിട്ടും മഹാദേവനായിട്ടും ഒക്കെ ആരാധിക്കുന്നത് ആ ദേവചൈതന്യത്തിൻ്റെ പല പല സ്വഭാവങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ സ്വന്തമേ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഓരോ സ്ഥലത്തും നമ്മളിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളിലുള്ള ഓരോ കലകളാണ് ഇതിൽ ആ സ്വഭാവങ്ങളെ പുറത്തോട്ടെടുക്കുന്നത്. ഇപ്പം നമുക്ക് ഈ വ്യത്യസ്തമായ സ്വഭാവങ്ങളിലുള്ള ദേവാരാധന നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് അതിന് വേണ്ട കലകളെ നമ്മുടെ ഉള്ളിൽ രൂപീകരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ക്ഷേത്രം എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്. ഓരോ ക്ഷേത്രവും സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെ ഇപ്പം ആ പ്രപഞ്ചത്തെ മുഴുവനും നിലനിൽക്കും. നമ്മളിപ്പം ആരാധിക്കുന്ന വിഗ്രഹം ആരാധിക്കുന്ന നമ്മുടെ ഉപാസനയ്ക്കുള്ള ഒരു ഉപാധിയായിട്ടാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്ന സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശത്തെ എല്ലായിടത്തും നമുക്ക് ആ പ്രകാശം ലഭിക്കുന്നുണ്ട്. ആ പ്രകാശം കൊണ്ട് ഒരു വസ്തുവിനെ നമുക്ക് കത്തിക്കണമെങ്കിൽ അതിന് നമുക്ക് ഉപാധിയായിട്ടൊരു വസ്തു വേണം. നമ്മളിപ്പോൾ ഒരു ലെൻസ് ഉപയോഗിച്ച് ഈ സൂര്യപ്രകാശത്തെ കേന്ദ്രീകരിച്ച് ഒരു കരിയിലെയോ പഞ്ഞിയോ നമുക്ക് കത്തിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഉപാസിക്കാനുള്ള ഉപാധിയാണ് വിഗ്രഹാരാധന. ആ വിഗ്രഹത്തിൽ നിന്നുമാണ് നമ്മുടെ ദേവചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിക്കേണ്ടത്. അതിന് നമുക്ക് മനഃശുദ്ധി വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മനഃശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മുടെ മനസ്സിൽ ഏക ചിന്ത ആ ദേവചൈതന്യത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കണം എന്ന ഏക ചിന്തയോടുകൂടി നമ്മൾ ആരാധിക്കുന്ന ആ മൂർത്തിയുടെ മുമ്പിൽ ആ സ്വഭാവ രൂപത്തിലുള്ള ദേവിയുടെ മുമ്പിൽ നമ്മൾ നിന്ന് ദർശനം നടത്തുമ്പോൾ നമ്മളിലുള്ളിലുള്ള ആ കലയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്ഷേത്ര ദർശനം നടത്തി പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭക്തി ഉണ്ടാവണേ എന്നാണ്. ആ ഭക്തി എന്ന് പറഞ്ഞ ഭാവം നമ്മളിലുണ്ടെങ്കിൽ, ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം സാധിക്കും. ഞാനീ പറയുന്ന വാക്കുകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ കൂട്ടിയനൊക്കെയാണ്. ബദരികാശ്രമത്തിലെ ഉപാസനയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഇവിടെ വന്ന് ഭഗവതിയെ തൊഴാറുണ്ട്. ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാറുണ്ട്. അത് നമുക്ക് മനസ്സിന് കൂടുതൽ നമുക്ക് ധൈര്യം തരും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം, ആ ചൈതന്യത്തെ ഭദ്രമാക്കാൻ നമുക്ക് ഭഗവതിയുടെ ഉപാസന ആവശ്യമാണ്. ഇപ്പം നമ്മൾ ബദരികാശ്രമത്തിലേക്കുള്ള യാത്രയിൽ 2020 അനവധി അനുഭവങ്ങളിലൂടെയാണ് ആ യാത്ര ബദരികാശ്രമത്തിലെത്തിയത്. ബദരികാശ്രമത്തിലെത്തണം എന്ന ലക്ഷ്യമല്ലാതെ അതിനുണ്ടാകുന്ന മറ്റു തടസ്സങ്ങളോ എന്തൊക്കെ ഉണ്ടാവുന്നതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലയളവിൽ ഏതാണ്ട് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പെട്ടെന്നുള്ള ഏതാണ്ട് 2-3 മണിക്കൂർ കൊണ്ടുള്ള തീരുമാനം കൊണ്ടാണ് ഒരാൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സമയത്ത് ഇവിടുന്ന് 6-7 സംസ്ഥാനങ്ങൾ കടന്ന് ഉത്തരാഖണ്ഡിലെത്തുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഉത്തരാഖണ്ഡിലെത്തുക എന്നുള്ളത് ഭഗവാനായിട്ട് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. കാരണം ഒരു മനുഷ്യനായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തൊരു യാത്രയായിരുന്നു. ഏതാണ്ട് മധ്യപ്രദേശിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ തടഞ്ഞു നിർത്തി, കർണാടകത്തിലെ പല സ്ഥലങ്ങളിൽ തടഞ്ഞു നിർത്തി. അവിടെ നിന്നൊക്കെ ഭഗവാൻ അയച്ച ഒരാളെ പോലെ ആരെങ്കിലുമൊക്കെ എത്തി നമ്മളെ അവിടുന്ന് വിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ എത്താൻ സാധിച്ചു. രാത്രി കാലങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചു തരികയാണ് ഉണ്ടായത്. എൻ്റെ മധ്യപ്രദേശ് ആ ഭാഗത്തൊക്കെ എത്തിയ സമയത്താണ് സന്യാസിമാരെ ഉപദ്രവിക്കുന്നത് കാണുന്നത്. നമ്മളെ അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവാധീനം കൊണ്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടു മുന്നോട്ട് പോവുകയുണ്ടായി. ഏതാണ്ട് മധുരയൊക്കെ എത്തുന്നതിന് മുമ്പ് 10 കിലോമീറ്റർ മുമ്പായിട്ടാണ് എനിക്ക് ഒരു കോള് വരുന്നത്. അവിടുത്തെ ഒരു ട്രസ്റ്റിയുടെ കോള് വന്നു. എന്നെങ്കിലും മഹാരാജീതിയിലെ വരുന്ന സമയത്ത് അവിടെ ദർശനത്തിന് അവിടെ ചെല്ലണം, ഒരു ദിവസം അവിടെ താമസിക്കണം എന്നായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അതിനുശേഷം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇന്ന് വന്നാൽ പറ്റുമോ എന്നാണ് ചോദിക്കാൻ തോന്നിയത്. ആ ചോദ്യം ഭഗവാനായിട്ട് ചോദിച്ചു. ഭഗവാനായിട്ട് തന്നെ നമ്മളെ അവിടെ സ്വീകരിച്ചു. ആ ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിൽ, ആ ഭൂമിയിൽ അന്ന് അവിടെ താമസിക്കാനും ആ ഭഗവാൻ ജനിച്ച ആ സ്ഥലത്ത് ഭഗവാനെ ഭജിക്കാൻ 1-2 മണിക്കൂർ ഇരിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായി. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭഗവാനായിട്ട് നമുക്ക് ക്ഷണിച്ചു തന്നതാണ്. കാരണം അതിന് 2 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ദർശനത്തിന് പോയ സമയത്ത് എനിക്ക് സാധിച്ചില്ല. ഞാൻ പൊതുവെ ഒരു സ്ഥലത്തും റാവൽജി എന്ന പേരോട് കൂടിയിട്ട് ഒരു ക്ഷേത്രത്തിലും പരമാവധി ദർശനത്തിന് പോകാറില്ല. തിരുപ്പതിയിലായാലും എല്ലായിടത്തും ലൈൻ നിൽക്കേണ്ടി വന്നാൽ ലൈൻ നിന്ന് തന്നെ തൊഴുത് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭഗവാനോടുള്ള പ്രാർത്ഥന. അങ്ങനെ അതൊരു മഹാഭാഗ്യമായിട്ട് ഭഗവാനായിട്ട് വിളിച്ചു തന്നു. അവിടെ താമസിച്ചു. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ വലിയൊരു അനുഗ്രഹമാണ്.
കാരണം ബദ്രികാശ്രമത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടുകൂടി പോകുന്ന സമയത്ത് തന്നെ അന്നത്തെ ദിവസം താമസിക്കാൻ ഒരു സ്ഥലമില്ലാത്ത സമയത്ത് ഭഗവാനായിട്ട് നമ്മളെ അവിടെ വിളിച്ചു വരും. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കലകളാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ ഒരാൾക്ക് സ്വീകരിക്കാൻ തോന്നുമെങ്കിൽ ഇന്നിപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്നത് പോലും ഇവിടുത്തെ ഭഗവതി അറിഞ്ഞെന്നെ വിളിച്ചു. അതിനെൻ്റെ മനസ്സിൽ സന്തോഷം തോന്നിയതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. എൻ്റെ ഉള്ളിൽ ആ കലയുടെ ഒരു അംശം പോലും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇന്നിവിടെ എത്താൻ ഒരു സാധ്യതയില്ല. ആ ചൈതന്യം നമ്മൾ ഓരോ ക്ഷേത്രത്തിലെത്തുമ്പോഴും നമ്മൾ ആ ചൈതന്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഭക്തിയുണ്ട്, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. മറ്റ് ആവശ്യങ്ങളൊക്കെ നമ്മുടെ സ്വാർത്ഥതയാണ്. കാരണം ഈ മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് പരിപൂർണമായ ആനന്ദത്തിലെത്താൻ സാധിക്കുള്ളൂ. നമ്മളിന്ന് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥകളൊന്നും അതൊന്നും തന്നെ ആനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. നമുക്ക് പിന്നെ മോഹം തോന്നുന്നില്ല. പക്ഷെ പരിപൂർണമായ ആനന്ദം എന്നുള്ളത് ആ പരമാത്മാവിലേക്കുള്ള വഴിയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ ഒരു തപസ് പോലെ ചെയ്ത് നമ്മുടെ ഈ മനുഷ്യജന്മം പൂർത്തീകരിക്കണം. അതിന് ബദ്രിനാഥൻ്റെ ആ മൂർത്തിയുടെ കാരണം സത്യയുഗത്തിൽ ഭഗവാൻ ബദ്രികാശ്രമത്തിൽ എത്തി. ഇന്നും ഭഗവാന്റെ പാദം സ്പർശിച്ച സ്ഥലം ഇന്നും ബദ്രികാശ്രമത്തിലുണ്ട്. ചരണപാദമാണ് അറിയപ്പെടുന്നത്. മഹാദേവന്റെ ഭൂമിയായ ഈ ബദ്രീനാഥൻ അറിയപ്പെടുന്ന ഭൂമി ഒരു ലീലാരൂപത്തിലാണ് മഹാവിഷ്ണു കൈപ്പറ്റുന്നത്. അതും ഒരു കുട്ടിയുടെ രൂപത്തിൽ, വാമനാവതാര രൂപത്തിലാണ് ഭഗവാൻ ആ ഭൂമി കൈപ്പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം വാമനദാശിയാണ്. നമ്മുടെ തിരുവോണം നാളാണ് ബദ്രികാശ്രമത്തിൻ്റെ പ്രധാന ഉത്സവം. അന്നേ ദിവസം നരനാരായണന്മാരുടെ അമ്മയായ മൂർത്തിദേവിയെ ദർശിക്കാൻ ബദ്രിനാഥന്റെ പ്രതിനിധിയായിട്ട് ഉദ്ധവരാണ് സഞ്ചരിക്കുന്നത്. ഉദ്ധവരാണ് എല്ലായിടത്തും ഭഗവാന്റെ പ്രതിനിധിയായിട്ട് സഞ്ചരിക്കുക. ഭഗവാന്റെ മനസ്സ് ഉദ്ധവരുടെ കൂടെ ഇല്ലെന്ന് പറയുന്നത്. അതാണ് ഒരു സൗഹൃദത്തിൻ്റെ ബലം. ഭഗവാന്റെ കൃഷ്ണാവതാര സമയത്ത് സുഹൃത്താണ് ഉദ്ധവര്. ഉദ്ധവരെ ഭഗവാൻ ബദ്രികാശ്രമത്തിലേക്കാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബദ്രികാശ്രമത്തിൽ നമ്മൾ എത്തുന്നത് ഉദ്ധവരെ ദർശിക്കാനാണ്. കാരണം ഭഗവാനോട് ഉദ്ധവരാണ് ചോദിക്കുന്നത്, ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് അനുഭവിക്കാൻ നല്ലതായിട്ട് എന്താണ് ഭൂമിയിൽ ഉണ്ടാവുക, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ. ആ സമയത്താണ് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത്, ഉദ്ധവരെ എൻ്റെ പാപപൂർവമായിട്ട് ബദ്രികാശ്രമത്തിലേക്ക് പോവുക എന്ന് ആ സമയത്താണ് പറയുന്നത്. ആ കൃഷ്ണാവതാര സമയത്ത് പോലും ഭഗവാൻ സ്വന്തം ഭൂമിയായിട്ട് പറഞ്ഞ ഏക സ്ഥലം ബദ്രികാശ്രമമാണ്. അങ്ങനെ ഉദ്ധവര് ബദ്രികാശ്രമത്തിലെത്തുമ്പോൾ അതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് തപ്തകൊണ്ടിൽ സ്നാനം ചെയ്യാൻ. കാരണം ജന്മം കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാപദുരിതങ്ങളുണ്ടെങ്കിൽ അത് അഗ്നിയിൽ ഭസ്മമായി പോകുന്ന പോലെ അഗ്നിതീർത്ഥമായ തപ്തകൊണ്ടിൽ സ്നാനം ചെയ്താൽ ഭസ്മമായി പോകും എന്നാണ് പറയുന്നത്. അതിനുശേഷം അളകനന്ദയിൽ ദർശനം ചെയ്താൽ ആ ബദ്രികാശ്രമത്തിൻ്റെ കവാടം നടക്കാനുള്ള പൂർണ്ണ യോഗ്യത ലഭിക്കും. അങ്ങനെ ആ ബദ്രികാശ്രമത്തിലെത്തുമ്പോൾ ഭഗവാൻ ഉദ്ധവരെ പോലും ഭഗവാന് തുല്യനായിട്ട് മാറ്റുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഭഗവാന്റെ ആ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഭഗവാന് തുല്യനായിട്ട് ചതുർഭുജനായിട്ടാണ് നമ്മൾ മാറുന്നത്. ആ ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ സ്വന്തം ഭക്തരെ പോലും
ഭഗവാനെ തുല്യനാക്കി മാറ്റുന്നതാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ആ ചൈതന്യം പരിപൂർണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തടസ്സവും ഉണ്ടാവാതെ ഈ ജീവിതം പൂർണ്ണമായിട്ടും പരിപൂർണത എത്തിക്കാൻ സാധിക്കും. കുടുംബത്തിലെ മാനസികമായ പ്രശ്നങ്ങളോ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നമുക്കില്ലാതെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. ഈ മനുഷ്യ ശരീരം എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് പരിപൂർണതയായിട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഭഗവാൻ സൗഹൃദ ബന്ധത്തെ കാണിക്കുന്നത് ഉദ്ധവരുടെ മനസ്സിൽ, ഉദ്ധവരുടെ കൂടെ ഭഗവാന്റെ മനസ്സ് ചേർത്തിണക്കിക്കൊണ്ടാണ്. ഉത്സവമൊക്കെയായിട്ടും ഉദ്ധവരെ തന്നെയാണ് ധൃതരാഷ്ട്രത്തിൽ പറയുന്നത്. ആ ഉദ്ധവരുടെ കൂടെ ഭഗവാന്റെ മനസ്സ് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. 6 മാസം ഉദ്ധവരുടെ മൂർത്തി പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ബദരികാശ്രമത്തിന്റെ പരിധി പറയുന്നത് പാണ്ഡുവേശ്വരം തൊട്ട് മാന ഗ്രാമം വരെയാണ്. ഒരു 6 മാസം ഉദ്ധവരുടെ പൂജ പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. കുബേരന്റെ പൂജ പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഉദ്ധവര് ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രിയ സുഹൃത്തിന്റെ കൂടെയാണ് കുബേര ഭഗവാൻ 6 മാസം പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലിരിക്കുന്നത്. ഉദ്ധവരുടെ ജന്മം തന്നെ ഉദ്ധവരുടെ കാരുണ്യം കൊണ്ടാണ് ഓരോ മനുഷ്യനും ഇന്നും ആ ബദരികാശ്രമത്തിലെ പാദം സ്പർശിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഉദ്ധവരെ ദർശിക്കാൻ പോകുന്ന സമയത്ത് ഉദ്ധവരാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത്. ഒരു ഗുരുനാഥൻ ഭഗവാനിലേക്കുള്ള വഴി എങ്ങനെ കാണിച്ചു തരുന്നു അതുപോലെ ഉദ്ധവരാണ് നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നാരദ മഹർഷി 6 മാസം ദേവപൂജയും 6 മാസം മനുഷ്യപൂജയുമാണ് ധൃതരാഷ്ട്രത്തിൽ. 6 മാസം മനുഷ്യപൂജയുടെ സമയത്താണ് റാവൽജി എന്ന സ്ഥാനത്തുള്ള പൂജ ചെയ്യുന്നത്. റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനം ശങ്കരാചാര്യസ്വാമിയുടെയും നാരദ മഹർഷിയുടെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് അവിടെ ഭഗവാനെ സേവിക്കുന്നത്. ആ സ്ഥാനത്തിന് തന്നെ അനവധി മഹത്വങ്ങളുണ്ട്. കാരണം ഈ 6 മാസം മനുഷ്യപൂജ 6 മാസം ദേവപൂജ എന്നുള്ള തീരുമാനം വന്നത് തന്നെ ഈ പൂജയെ സംബന്ധിച്ച് ദേവന്മാരും ഋഷിമാരുമായിട്ട് തർക്കം വന്ന സമയത്ത് മനുഷ്യരായിരിക്കുന്ന ഋഷിമാര് ഭഗവാന്റെ പൂജയ്ക്ക് അധികാരം നിങ്ങൾക്കാണ് എന്നൊരു സംസാരം വന്നു. ആ സമയത്ത് ദേവന്മാരുടെ അധികാരങ്ങൾ പറഞ്ഞു. അങ്ങനെ തർക്കം വന്ന സമയത്ത് ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിലാണ് ഭഗവാന്റെ പൂജ 6 മാസം മനുഷ്യരും 6 മാസം ദേവന്മാരും ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ 6 മാസം ഏത് സമയത്താണ് പൂജ കഴിക്കേണ്ടത് എന്നുള്ള സംശയം വന്ന സമയത്ത് ദേവന്മാരാണ് മനുഷ്യരോട് തീരുമാനിക്കാൻ പറയുകയും മനുഷ്യരങ്ങനെ തീരുമാനിച്ചത് ഏറ്റവും തണുപ്പ് കുറഞ്ഞ കാലമായ 6 മാസം തീരുമാനിച്ചു. അതനുസരിച്ചാണ് 6 മാസം മനുഷ്യപൂജ 6 മാസം ദേവപൂജ ഇന്നും നടന്നു വരുന്നത്. എന്നാലും മനുഷ്യർ പൂജിക്കുന്ന കാലയളവിലും തണുപ്പ് വളരെയേറെ അനുഭവപ്പെടുന്ന കാലയളവ് തന്നെയാണ്. ഈ 6 മാസം ഭാഗിച്ച സമയത്ത് ദേവന്മാര് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളിൽ 6 മാസം ഭഗവാനെ പൂജിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ 3 വർഷത്തിന് മുകളിൽ 4 വർഷം പൂർത്തിയായി ഭഗവാനെ സേവിച്ചാൽ ഭഗവാന്റെ അർച്ചകൻ ആയി എന്നാണ് പറയുന്നത്. അതുവരെ അർച്ചകനായിട്ട് ദേവഗണങ്ങൾ അംഗീകരിക്കില്ല. 8 വർഷം പൂജിക്കാൻ സാധിച്ചാൽ നാരദ മഹർഷിയുടെ ശിഷ്യനായിട്ടും 8 വർഷത്തിന് മുകളിൽ പൂജിക്കാൻ സാധിച്ചാൽ പ്രഥമ ശിഷ്യനായിട്ടാണ് ദേവഗണങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നത്. അതവിടെ അർച്ചകനെ സംബന്ധിച്ച് ദേവന്മാരുടെ
യക്ഷന്മാരുടെ ദേവകിന്നരന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഒരാൾ പരിപൂർണമായിട്ടും ബദ്രിനാഥന്റെ അർച്ചകനായിട്ട് മാറുന്നത്. നാരദ മഹർഷിയുടെ പ്രാധാന്യം തന്നെ ചിന്തിച്ചു നോക്കിയാൽ നാരദ മഹർഷി ബദ്രികാശ്രമത്തിൽ മാത്രമാണ് ശാപമോക്ഷം. പ്രജാപതിയുടെ സന്താനങ്ങളെ ഭക്തിമാർഗത്തിൽ സന്യാസത്തിലേക്ക് നയിച്ചു എന്ന സമയത്താണ് നാരദ മഹർഷിക്ക് ശാപം ലഭിക്കുന്നത്. നാരദ മഹർഷിക്ക് ഒരു സ്ഥലത്തും അധിക സമയം നിൽക്കാൻ സാധിക്കില്ല. ആ ശാപത്തിൽ നിന്ന് മുക്തി ബദ്രികാശ്രമത്തിൽ മാത്രമാണ്. അത് ആ ബദ്രിനാഥന്റെ സന്നിധിയിലായതുകൊണ്ട്, ആ മഹാവിഷ്ണുവിന്റെ സന്നിധിയിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം നാരദ മഹർഷി ലഭിക്കുന്നത്. നാരദ മഹർഷിക്ക് സ്വന്തം സത്സംഗം കൊണ്ടുള്ള പ്രാധാന്യം അറിയാവുന്ന സമയത്ത് വ്യാസമഹർഷിയാണ് നാരദ മഹർഷിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നത്. ബദ്രികാശ്രമത്തില് ബദ്രി എന്ന് പറഞ്ഞ വൃക്ഷത്തില് ഒരു പുഴുവായിട്ട് ജന്മമുള്ള ഒരു ആത്മാവ് ആ പുഴുവിനോട് ചോദിക്കുക, എന്താണ് നാരദ മഹർഷിയുമായിട്ടുള്ള സംസർഗം കൊണ്ടുണ്ടാവുന്ന ആ ഗുണം എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വ്യാസമഹർഷി പറയുന്നതനുസരിച്ചാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. അന്ന് ആ മരത്തിലുണ്ടായിരുന്ന പുഴു ചത്തുപോവുകയും വീണ്ടും ഈ സംശയം തീരാതെ വന്നപ്പോൾ വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു പക്ഷിയോട് ചോദിക്കുകയും അതും ഇതുപോലെ ഇല്ലാതെയായി വന്ന സമയത്ത് വീണ്ടും നാരദ മഹർഷി വ്യാസമഹർഷിയോട് ചോദിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലെ ഒരു പശുക്കുട്ടിയോട് ചോദിക്കാൻ കഴിയും. പക്ഷെ വിശ്വാമിത്ര മഹർഷിയെ സംബന്ധിച്ച് വളരെ കോപം മുമ്പിലുള്ള ആളായതുകൊണ്ട് നാരദ മഹർഷി സംശയിക്കുകയും വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പോയി ചോദിച്ചു. ആ പശുക്കിടാവുമില്ലാതെയായി. പിന്നീട് ഇതേ സംശയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കാശി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ ആ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പുത്രനോട് ചോദിക്കുകയും ആ പുത്രൻ നിന്ന് കേട്ട സമയത്ത് ബദ്രികാശ്രമത്തിൽ ബദ്രി എന്ന് പറഞ്ഞ വൃക്ഷത്തിലുണ്ടായിരുന്ന ഒരു കീടം ഇന്ന് രാജകുടുംബത്തിൽ ജനിച്ചു. കാരണം മനുഷ്യജന്മം കൊണ്ട് മാത്രമേ പരിപൂർണതയിലെത്താൻ സാധിക്കൂ. അത് ഒരു രാജകുടുംബത്തിൽ രാജാവിൻ്റെ പുത്രനായി ജനിച്ചു. അതാണ് നാരദ മഹർഷിയുടെ പ്രാധാന്യം. അതാണ് നാരദ മഹർഷിയുടെ പ്രാധാന്യം. അത്രയും പുണ്യം നിറഞ്ഞ ഒരു ഋഷിയാണ് നാരദ മഹർഷി. നാരദ മഹർഷി ഇതൊക്കെ സിദ്ധിച്ചത് ബദ്രികാശ്രമത്തിൽ ബദ്രിനാഥന്റെ അർച്ചകനായതുകൊണ്ടാണെന്ന് പറയുന്നത്. മറ്റൊരു ഋഷിമാർക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് നാരദ മഹർഷിക്ക്. നാരദ മഹർഷിക്ക് ഏത് സമയത്തും എവിടെയും കയറി ചെല്ലാനുള്ള അനുമതി ലഭിക്കുന്നത് ബദ്രിനാഥനെ പൂജിക്കുന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. അത്രയും പുണ്യം നിറഞ്ഞ ആ നാരദ മഹർഷിയെ നമ്മൾ സാധാരണ മനുഷ്യരെ നമ്മുടെ ഓരോ കഥകളിലും നമ്മൾ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സത്യത്തെയും ധർമ്മത്തെയും മാറ്റി നിർത്താതെ സഞ്ചരിക്കുന്ന ഋഷിയാണ് നാരദ മഹർഷി. ആ നാരദ മഹർഷിയുടെ ശക്തി ഇന്നും അവരുടെ ആശ്രമത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഏതൊരു മോശം പ്രവൃത്തിയും സംസാരത്തെയും നമ്മൾ നാരദരെ പോലെ പറയും. നാരദ മഹർഷിയെ സംബന്ധിച്ച് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്ന, സത്യസന്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഋഷിയാണ് നാരദ മഹർഷി. നമ്മൾ ഈ വരുന്ന തലമുറയെ പോലും നാരദ മഹർഷിയുടെ ഉപാസന, ദിവസവും നാരദ മഹർഷിയെ സ്മരിക്കാനുള്ള അറിവ് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുത്താൽ അവരുടെ വരും കാലങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും അവർക്ക് മറ്റൊരാളെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് പോലും അവരുടെ ബുദ്ധിയിലിരിക്കും. അത്രയും പുണ്യം നിറഞ്ഞ ആത്മാവാണ് നാരദ മഹർഷി. ആ നാരദ മഹർഷിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെ
മഹാഭാഗ്യമാണ്. ശരിക്കും ഒരു ഹിമാലയ യാത്രയിലൂടെ നമ്മൾ ആ യാത്രയുടെ ഫലം തന്നെ നമ്മളെ മനുഷ്യനായി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അത് പൂർണ്ണമായിട്ടും സാധിക്കും. കാരണം നമ്മൾ ആ യാത്രയിലുണ്ടാകുന്ന കഷ്ടതകളൊക്കെ അതൊക്കെ നമ്മുടെ ഈ ശരീരത്തിലുള്ള നമ്മുടെ ആത്മാവിനെ പരിപൂർണതയിൽ എത്തിക്കാനുള്ള വഴികളാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ചിന്തിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ നമ്മൾ ആരാധിക്കുന്ന ദേവന്റെ മുമ്പിൽ പരമാവധി സമയം നിന്ന് തൊഴിൽ മാറാനാണ് എല്ലാവരും ശ്രമിക്കുക. നമ്മളങ്ങനെ എത്ര മണിക്കൂറുകളിൽ നിന്നാലും ആ ഭഗവാൻ നമ്മളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫലം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ് ആ മൂർത്തിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, ആ ദർശനത്തിൻ്റെ സമയത്ത് ഭഗവാനായിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. ഭഗവാൻ നമ്മളെ കാണണമെങ്കിൽ ഭഗവാന്റെ ഓരോ ഭക്തർക്കും വേണ്ടിയുള്ള അവസരങ്ങൾ, ഭഗവാന്റെ ആ മൂർത്തിയുള്ള ദർശനത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഭഗവാനായിട്ട് അല്ലെ ഭഗവതിയായിട്ട് നമ്മൾ ദർശിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് നമുക്ക് ആ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുക. ഇന്നിപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും ബദ്രിനാഥാണെങ്കിൽ പോലും ആളുകൾ മണിക്കൂറുകളോളം നിന്ന് ഭഗവാന്റെ ദർശനത്തിന് തിരക്ക് കൂട്ടി വരുന്ന സമയത്ത് ഭഗവാന്റെ കടാക്ഷം കൊണ്ട്, ഭഗവാന്റെ ലീല കൊണ്ട് ഏതെങ്കിലും ഒരു പൂജയ്ക്ക് ആ ഭഗവാന്റെ മണ്ഡപത്തിനകത്ത് എത്താൻ സാധിച്ചാൽ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നതിന് പകരം അനവധി സമയം നിന്ന് മറ്റുള്ള 10 ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ദർശന ഫലം ഇല്ലാതാവുകയും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഓരോ ഭക്തരും അവർക്കുള്ള ദർശനത്തിനുള്ള ഒരു വ്യവസ്ഥ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊന്ന് ഭഗവാന്റെ മൂർത്തിയെ ദർശിച്ചു കഴിഞ്ഞാൽ ആ ദേവചൈതന്യം നിൽക്കുന്ന പരിധിയിൽ എവിടെ നിന്നാലും ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നേരെമറിച്ച് 10 ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ ദർശനം നടത്തുമ്പോൾ നമുക്കൊരിക്കലും ആ പരിപൂർണതയിൽ എത്താൻ സാധിക്കില്ല. കാരണം ആ വരുന്ന ഭക്തരുടെയൊക്കെ ദുരിതങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആ ക്ഷേത്രത്തിലെത്തിയാൽ തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് അനവധി സമയം നിന്ന് തൊഴാൻ സാധിക്കും. എന്നാൽ തിരക്കുള്ള സമയത്ത്, വളരെയേറെ തിരക്കുള്ള സമയത്ത് ഒന്ന് തൊഴുത് ആ ഭഗവാന്റെ മൂർത്തി ഒന്ന് ദർശിച്ചാൽ ഉടനെ മാറി അടുത്ത ആൾക്ക് അവസരം കൊടുക്കുക എന്നതാണ്. ഇതൊക്കെ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. കാരണം കലിയുഗത്തിൻ്റെ ഈ ആരംഭത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ അനവധി കാര്യങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. കോവിഡ് പോലെ ഉള്ള ദുരന്തങ്ങളും പ്രളയം പോലെയുള്ളതൊക്കെ നമ്മൾ കാണാനാണ്. ഇതൊക്കെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമുണ്ടാണ്. അതിൻ്റെയൊക്കെ ഭാഗമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ കർമ്മത്തിന് ശുദ്ധി ഉണ്ടാവുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ജന്മം കൊണ്ട് മറ്റൊരാളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കുമോ അതനുസരിച്ച് നമ്മൾ സഹായിക്കാം. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതൊരു പരസ്യമാവാതെ വളരെ കൊടുക്കുന്നത് എവിടെയും അറിയാത്ത രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോൾ എല്ലാത്തിനും ഒരു പരസ്യം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബദ്രികാശ്രമത്തിൽ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആദ്യത്തെ 3 വർഷത്തിന് ശേഷം ദേവഗണങ്ങൾ അംഗീകരിക്കുന്നത് വരെ രഹസ്യ സ്വഭാവത്തോടുകൂടിയിട്ട് അർച്ചകനാകാനാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. നമ്മൾ ആ സ്ഥാനത്തെത്തി ദേവഗണങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നമ്മൾ അർച്ചകനാകൂ. അതുവരെ നമ്മൾ
ദേവഗണങ്ങളെ ഭരിച്ച് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നത്. നമ്മൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ട് നമ്മളിൽ അടങ്ങിയിരിക്കേണ്ട ഒരു കാര്യം പ്രചാരങ്ങൾ നടത്തും അതിൻ്റെ ഫലം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലൊരു പൂജയായിട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മളിലുള്ള ചില ദുരിത അവസ്ഥകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ധനത്തിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിലുള്ള ധനത്തിൻ്റെ രൂപത്തിൽ മാത്രമേ നമ്മളിലുള്ള ദുരിതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും കാണിക്കേണ്ടതും പൂജയായിട്ട് അവർ സമർപ്പിക്കുന്നതൊക്കെ. കാരണം മനുഷ്യനെ സംബന്ധിച്ച് ധനം എന്നത് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു. ബദ്രികാശ്രമത്തിൽ തന്നെ എത്തുന്നവർ ആദ്യം ചോദിക്കുന്നത് കുബേര ഭഗവാൻ എവിടെയെന്ന് ചോദിക്കാം. ഭഗവാനെ പോലും അന്വേഷിക്കാറില്ല, കുബേരൻ ഭഗവാൻ എവിടെയാണെന്ന് ചോദിക്കാം. കാരണം ധനത്തിൻ്റെ ദേവനാണ് കുബേരൻ. കുബേര ഭഗവാൻ ധനത്തിൻ്റെ മാത്രമല്ല ഐശ്വര്യത്തിൻ്റെ ദേവനാണ്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് വരുന്ന പ്രചാരങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യരുടെ കുബേരൻ ധനത്തിൻ്റെ ദേവനാണ്, ധനം കിട്ടണമെങ്കിൽ കുബേര ഭഗവാൻ ആരാധിച്ചാൽ മതി. ഈ കുബേര സാന്നിധ്യം എല്ലാ ക്ഷേത്രങ്ങളിലുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും കുബേരൻ്റെ സാന്നിധ്യമുണ്ട്. അഷ്ടദിക്പാലകര് നമ്മൾ ഭൂമി വരുമ്പോൾ അതിലെ കുബേരനെയും നമ്മൾ ശിവയ്ക്കും ശിവയ്ക്കും ഒക്കെ തോന്നുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും കുബേരന് സാന്നിധ്യമുണ്ട്. കുബേരൻ എന്നുള്ളത് ഐശ്വര്യത്തിൻ്റെ ദേവനാണ്. മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവിയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ശുദ്ധി ഉണ്ടെങ്കിൽ, ഈ ചൈതന്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ധനത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, നമ്മളിലേക്ക് എത്തും. നമ്മൾ ആ ധനം എങ്ങനെ വിനിയോഗിക്കണം, നമ്മുടെ ഈ ജന്മം കൊണ്ട് നമ്മളിലുണ്ടാകുന്ന ദുരിതങ്ങളെ തീർക്കാനാണ് നമ്മൾ കൂടുതലും ധനം ചെലവഴിക്കുന്നത്. അതിനാണ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത്, ദാനങ്ങൾ ചെയ്യുന്നതൊക്കെ. ഭക്ഷണം നമുക്കൊരാളെ കൊണ്ട് വിളമ്പി കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് പറയുന്ന അവസ്ഥയെത്തും. ധനത്തിന് ഒരിക്കലും ബന്ധം വരുന്നില്ല. ധനം എത്ര കിട്ടിയാലും ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് മതിയാവില്ല. അത് കലിയുടെ കൂടെ ഒരു ഭാവമാണ്. അപ്പം ധനം നമ്മൾ ഓരോ ക്ഷേത്രത്തിലും സമർപ്പിക്കുന്നത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കാനും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ശുദ്ധി വരാനും. നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തി ആ ക്ഷേത്രം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മുടെ ദുരിത രൂപത്തിൽ സമർപ്പിക്കുന്നത് പോലും അവിടുത്തെ ദൈവചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭസ്മമായി മാറി അത് അവിടുത്തെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ, ആ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇതിനാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ധനം ഭണ്ഡാരത്തിലായാലും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ബദ്രികാശ്രമത്തിലെ കുബേരൻ്റെ കഥ പറഞ്ഞു. കുബേരനെ സംബന്ധിച്ച് അളകാപുരിയാണ് കുബേരൻ്റെ ഭൂമി. അളകാപുരിയിൽ നിന്ന് വരുന്ന നദിയാണ് അളകനന്ദ. ആ അളകനന്ദയിൽ നിന്ന് സ്വർണ്ണങ്ങൾ പോലും ശേഖരിക്കുന്ന ആളുകളുണ്ട്. കാഞ്ചൻഗംഗ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്വർണ്ണ ഖനിയാണ് അവിടുന്ന് ലഭിക്കുന്നത്. ഇന്നും ആളുകൾ അവിടുന്ന്, ഗ്രാമക്കാര് അവിടുന്ന് സ്വർണം ശേഖരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. അപ്പം ആ കുബേരഭൂമിയിൽ നിന്ന് വരുന്ന നദി, ആ നദിയാണ്, ആ നദിയുടെ അടിയിലൂടെയാണ് സരസ്വതി നദി ഒഴുകുന്നത്. സരസ്വതി നദി കാണാൻ സാധിക്കുന്ന, ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന സ്ഥലം ബദ്രികാശ്രമമാണ്. വ്യാസമഹർഷി വസിക്കുന്ന ഭൂമി ബദ്രികാശ്രമമാണ്. മഹാഭാരതം എഴുതിയ ഭൂമിയാണ്. നമ്മുടെ 18 പുരാണങ്ങളും അവിടെ നിന്നാണ്. ഭഗവാൻ കൃഷ്ണാവതാര പോലെയുള്ള അവതാരങ്ങളുടെയൊക്കെ ആരംഭവും അവസാനവും ബദ്രികാശ്രമത്തിലാണ്. അങ്ങനെ വളരെ പുണ്യം നിറഞ്ഞ ഭൂമിയിൽ ഗരുഡപുരാണത്തിൽ പോലും പറയുന്ന ഒരു പ്രാവശ്യം ബദ്രിനാഥനെ ദർശിക്കണമെന്നാണ്. അപ്പം നമ്മുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഭൂമിയാണ്
ബദ്രികാശ്രമം ഇന്നിപ്പോൾ നമ്മുടെ ഭാഗവത സപ്താഹ വേദികളിലെ ഉദ്ധവരുടെ ബദ്രിയാത്ര എന്ന ഭാഗം എല്ലാ ഭാഗവതാചാര്യന്മാരും പറയുമ്പോൾ ബദ്രികാശ്രമത്തിൻ്റെ മഹത്വങ്ങൾ വർണ്ണിക്കാറുണ്ട്. ഈ നമ്മൾ 7 ദിവസം കൊണ്ട് കേൾക്കുന്ന ഭാഗവതം, സപ്താഹമായിട്ട് നമ്മൾ കേൾക്കുന്ന ഈ ഭാഗവതം, ഇതിലെ കഥകളിലെ വളരെ ലഘുവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മധുരം നിറഞ്ഞ ഒരു കരിമ്പിൻ നീരെന്ന് പറയും, ആ രീതിയിൽ നമ്മളിലേക്ക് ഭാഗവതാചാര്യന്മാർ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേദമായിട്ടോ വേദം പഠിച്ച് അതിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേദങ്ങളിൽ നിന്നുമൊക്കെ അതിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കൊരു പരിഹാരമായിട്ടാണ് വ്യാസമഹർഷി ഈ ഭാഗവതത്തെ, ഈ വേദത്തെ വളരെ ലഘുവായിട്ട് ഭാഗവത രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഓരോ സപ്താഹവേദിയിലും കുറച്ച് ഭാഗങ്ങളായിട്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെ നമ്മൾ തന്നെ മനസ്സിലാക്കി ഈ ഭാഗവത സപ്താഹ ദിവസങ്ങളിൽ ഓരോ ദിവസമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മളിൽ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കണമെന്ന് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് മനനം ചെയ്യുകയാണെങ്കിൽ ആ പരമാത്മാവിലെ പരമായ ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തുകയാണെങ്കിൽ വീണ്ടും വീണ്ടും മനുഷ്യജന്മങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും. അത്രയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വരും തലമുറയ്ക്കും ഇതിൽ അനവധി കാര്യങ്ങൾ നമ്മളിന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് വരും തലമുറയുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ, പല ക്ഷേത്രങ്ങളിലും ബദ്രിനാഥടക്കമുള്ള പല ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ നമ്മുടെ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. പഴയ കാലങ്ങളിൽ ബദ്രികാശ്രമത്തിലെത്തുന്ന ആളുകൾ നടന്ന് വളരെ കഷ്ടപ്പെട്ട്, ഏതാണ്ട് ഈ സമയത്ത് മഴയും റോഡ് ബ്ലോക്കും ഒക്കെയുള്ള സമയമാണ്, ഈ സമയത്ത് എത്തുന്ന ഓരോരുത്തരും അതികഠിനമായ വഴികളിലൂടെ കടന്നാണ് ബദ്രികാശ്രമത്തിലെത്തുന്നത്. അവരെ സംബന്ധിച്ച് ഈ സമയത്ത് ദർശനം വളരെ സുഖമാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഹെലികോപ്റ്ററിലൂടെയും കാറിലൂടെയൊക്കെ പെട്ടെന്ന് എത്തുന്ന ആളുകൾക്ക് അനവധി സമയം ക്യൂ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉന്തും തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ കടന്നായിരിക്കും ദർശനം ലഭിക്കുക. കഷ്ടപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ദർശനം അതാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്ന പുണ്യം. കഷ്ടതകളില്ലാതെ നമുക്ക് എന്ത് ലഭിച്ചാലും അത് നമുക്ക് അനുഭവിക്കേണ്ട ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. അപ്പം നമുക്ക് ഏത് കാര്യങ്ങൾ ലഭിക്കുന്നതും അതിൻ്റേതായ കഷ്ടപ്പാടിലൂടെയാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ വില മനസ്സിലാകും. ആ വില നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ പരിപൂർണമായിട്ട് അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് ക്ഷേത്രത്തിലും തിരക്കുണ്ടെന്ന് വിചാരിച്ച് ദർശനം നടത്താതെ പോകാതിരിക്കുക. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാനായിട്ട് നമ്മളെ പരീക്ഷിക്കുന്നതാണ്. ഭഗവാനായിട്ട് പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. 2020 യാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അനവധി ഭഗവാന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് ബദ്രികാശ്രമത്തിൽ. അതൊരു കഷ്ടത നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ കർമ്മം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാന്റെ പരീക്ഷയുണ്ട്.
അതിന് നല്ലൊരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അനവധി മറ്റ് മാർഗങ്ങളൊക്കെ ചിന്തിച്ചു. ഒരു മാർഗത്തിലും നമ്മുടെ കേരളീയരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ശക്തമായ രീതിയിൽ അവിടെ മറ്റു ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു വലിയൊരു യാത്ര ചെയ്യുന്നത്. അവിടെ എത്തുമെന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, പക്ഷെ ഭഗവാനിലേക്ക് എത്തണം, അവിടെ പൂജ ചെയ്യണം എന്ന നമ്മുടെ മനസ്സിൽ തോന്നിയ തോന്നലാണ് ഭഗവാൻ നമ്മളെ അവിടെ എത്തിച്ചത്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ഫലം, അതിന് നമുക്ക് എന്നും വിലയുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇനിയും അനവധി കാലം അവിടെ പൂജ കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പം സ്ഥാനത്ത് നിന്ന് മാറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ബദ്രിനാഥിൽ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അവിടുത്തെ ജീവിതചര്യ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം അവിടെയുള്ളവർ പോലും കുളിക്കാത്ത സമയത്താണ് നമ്മൾ തത്തുകൊണ്ടെന്ന് പറഞ്ഞ ചൂടുവെള്ളത്തിൽ കുളിച്ച് തണുപ്പത്തോടെ നടന്ന് എന്നും ഭഗവാനെ അർച്ചിക്കാൻ പോകുന്നത്. അവിടെയുള്ളവരൊക്കെ എല്ലാ മാസവും 10 ദിവസം 11 ദിവസം വിശ്രമിക്കുന്ന സമയത്ത് പോലും 6 മാസം നിരന്തരം ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ആ ഭഗവാനെ പൂജിക്കാനുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. ഭഗവാനെ ഇത്രയും കാലം പൂജിക്കാൻ പറ്റിയത് തന്നെ എന്നെ സംബന്ധിച്ച് ജന്മജന്മാന്തര സുഹൃതം തന്നെ. കാരണം മുത്തശ്ശന്മാരൊക്കെ പൂജ ചെയ്ത ആ ഭഗവാനെ വളരെ ആവശ്യമായിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടെ ഭഗവാനെ പൂജിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയത്. ഏറ്റവും കൂടുതൽ മാസം ഭഗവാനെ പൂജിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നവംബർ മാസത്തിൽ 16-17 തീയതികളിൽ അടയ്ക്കുന്ന മനുഷ്യപൂജ പൂർത്തീകരിച്ച് ദേവപൂജക്കായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാനെ പൂജിക്കുന്ന ആദ്യകാലങ്ങളിൽ ഒരു വർഷം ഭഗവാനെ പൂജിക്കാൻ കൂടുതൽ സമയം മനസ്സിൽ തോന്നി. അതനുസരിച്ച് നവംബർ 28 വരെ ഭഗവാനെ പൂജിക്കാൻ ഭാഗ്യം ലഭിച്ചു. അതികഠിനമായ തണുപ്പുണ്ടെങ്കിൽ പോലും അത് ഭഗവാനെ പൂജിക്കാനുള്ള ചിന്തകളെ കൊണ്ട് ആ തണുപ്പിനെ പോലും നമുക്ക് എതിർത്ത് പൂജ ചെയ്യാൻ സാധിക്കരുത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവതിയുടെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഭക്തി തരണമെന്നാണ്. ആ ഭഗവാനോടുള്ള ഭക്തി അല്ലെങ്കിൽ ഭഗവതിയോടുള്ള ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലും ഒരു തരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാവില്ല. എല്ലാ കുടുംബങ്ങളിലും ഇന്നിപ്പോൾ കേരളത്തിലാണ് അനവധി വൃദ്ധസദനങ്ങളൊക്കെ ഉള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ കാണാനില്ല. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെ കുറവുകൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്നതാണ്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇനിയുള്ള കാലങ്ങളിലും കുടുംബത്തിലുള്ള ആളുകൾ ശ്രമിച്ചാൽ സാധിക്കും. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും പല ഗുരുക്കന്മാരെയും അമ്മമാരെയും നമസ്കരിക്കാൻ പോകുമ്പോഴും സ്വന്തം അമ്മമാരെ വൃദ്ധസദനത്തിൽ അയച്ച് മറ്റുള്ള അമ്മമാരെ തൊഴാൻ പോകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിന്നും വരുന്ന തലമുറ മാറി വരണമെന്നുണ്ടെങ്കിൽ അതിന് കുടുംബത്തിലുള്ള ഓരോരുത്തരും ആ ഭഗവാനിനോടുള്ള യഥാർത്ഥ ഭക്തി അതിലേക്ക് എത്താൻ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഇതുപോലെയുള്ള ഭാഗവത സപ്താഹ വേദികൾ നമ്മളെ സഹായിക്കും. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ 2 വാക്ക് പറയാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം കേശവനെ പോലുള്ള ഒരു ആചാര്യൻ്റെ ഒരു ഭാഗവത സപ്താഹ വേദിയിൽ എത്തുക എന്നുള്ളത് അത് തൊട്ടനുഗ്രഹയുടെ തീരുമാനമായതുകൊണ്ടാവാം ഇന്നിവിടെ എത്താൻ സാധിച്ചത്. കാരണം ബദ്രികാശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും അതുപോലെ അങ്ങോട്ട് പോകുന്ന സമയത്തും പേപ്പറിൽ നട തുറക്കാൻ പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ വന്ന് ദർശനം നടത്തിയിട്ട് പോയതാണ്. അതിനുശേഷം നടയടിച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ വീടുമായിട്ട് വിളിച്ചു, ഇതുപോലെ കേശവൻ്റെ ഒരു സപ്താഹമുണ്ട്, അപ്പം ഒരു ദിവസമെങ്കിലും എത്താൻ സാധിക്കുമെന്ന് ചോദിച്ചു. കൃത്യമായൊരു തീരുമാനം പറയാൻ പറ്റിയില്ലെങ്കിലും
പിന്നീട് അദ്ദേഹത്തെ അറിയിച്ചു. ആ ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തി ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത്. എന്നിലെ ഭഗവാനായിട്ട് എന്നിൽ കാണിച്ചിരിക്കുന്ന എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബദരികാശ്രമത്തിലായാലും ദർശനം നടത്തുന്ന ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് ഓരോ അനുഭവങ്ങൾ ബദരിനാഥൻ കാണിച്ചു തരും. അവരുടേതായ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളതാണ്. എല്ലാവർക്കും ബദരിനാഥൻ്റെയും ചോറ്റാനിക്കരമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയും ജയ ഗണേശ. ജയ ജയ ശ്രീരാധേശ്യാം ജയ ജയ. ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു സുവർണ ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ പരിപൂർണത ചോറ്റാനിക്കരമ്മ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് തന്നിരിക്കുകയാണ്. ഭാരതത്തിൽ ഓരോരുത്തർക്കും പരദേവതയുണ്ടാവും. ഓരോ വീടുകൾക്ക് തറവാടിന് പരദേവതയുണ്ട്, ഗ്രാമത്തിന് പരദേവതയുണ്ട്, ദേശത്തിന് പരദേവതയുണ്ട്. കേരളത്തിൻ്റെ പരദേവതയാണ് വടക്കുനാഥൻ. എന്നാൽ ഭാരതത്തിൻ്റെ പരദേവതയാണ് ബദരീനാഥമൂർത്തി. അന്യം ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഭാരത മാതാവിൻ സമ്പൂർണ്ണ രക്ഷയ്ക്കായി നാരദ മുഖ്യ ഭക്തരത്വം തത്സകന